അസ്സലാമു അലൈക്കും. നമ്മളെ ചെറുപ്പത്തിലുള്ള പെരുന്നാൾ, ഞാനിപ്പോൾ ഈ ഓരോരോ പെരുന്നാൾ കാണുമ്പോൾ ഇങ്ങനെ ഓർമ്മിച്ച് പോകാണ്. ഇപ്പോൾ ഉള്ള കുട്ടികളെ തൂർത്തും അനാവശ്യമായിട്ടുള്ള പോക്ക് വരവ്, ചെലവ്, ഡ്രസ്സ്, ഭക്ഷണം കൊണ്ടുള്ള കളി, ഇതൊക്കെ അള്ളാനെ മറന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും. കാരണം പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഭക്ഷണം ശരിക്ക് വയറ് നിറച്ചും കഴിക്കാൻ പറ്റുന്നൊരു കാലമായിരുന്നില്ല അല്ലേ നമ്മളന്ന് ചെറുപ്പം പെരുന്നാക്കല്ല. അന്നെന്താ ഇല്ല, അന്നൊരു പ്ലേറ്റ് ചോറ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ഭക്ഷണം ഉടനെ നിറച്ചോളണം. അല്ലാണ്ട് നമ്മളെ പള്ളം നിറത്തിയില്ല അല്ലെ, അന്ന് മനസ്സിൽ നിറപ്പിക്കലല്ലേ, അതിനെ കൊണ്ട് പൊരുത്തപ്പെടാം. അന്ന് ഡ്രസ്സ് ഉണ്ടാവും, നമുക്ക് ഡ്രസ്സില്ല. ഇന്ന് ഒരു പെരുന്നാൾ വരുമ്പോൾ കുട്ടികൾക്ക് എത്ര 5ഉം 6ഉം ഡ്രസ്സ്, അതിന് ഒരു പാൻറ്റിന് 5000 6000 എൻ്റെ പാൻറ്റാണ്. ഏറ്റവും വില കുറഞ്ഞ തുണിയിലാണ് നമ്മളെ കഫും പുടവ വരുന്നത്. അങ്ങനെ പോകേണ്ട നമ്മളാണ് ഒരു പെരുന്നാക്കേക്കും വേണ്ടിയിട്ട് 5000 6000 ഉറുപ്പ്യേൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ട് അനാവശ്യമായിട്ട് അതന്നെ ഒരു ഇടലോ 2 ഇടലോ ഇട്ടാൽ കഴിഞ്ഞ്. അതിനുള്ള സൗകര്യമുണ്ട് കുട്ടികൾക്ക്. അതാണ് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ എടുത്ത് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് പറയാം, മരിച്ചു പോകേണ്ട ശരീരമാണ് നമ്മൾ കളങ്കയില്ലാതെ പറയുന്നത്. അതിനൊക്കെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള കുറച്ച് നമ്മളെക്കാട്ടും കുറച്ച് സാമ്പത്തികമായിട്ടുള്ള വീടുകളിൽ പോയിട്ട് അന്ന് ഉമ്മ പോയിട്ട് ഏൽപ്പിക്കും. നോമ്പ് ഒരു 10-നാകുമ്പോൾ നിങ്ങളെ കുട്ടികളെ പഴയ ഡ്രസ്സ് എനിക്ക് തരണം, അതെൻ്റെ മക്കൾക്ക് പെരുന്നാൾ കൂടിയായിട്ട് ഇടാനാണ്. അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇട്ടതാണ് ഞാനും എൻ്റെ അനുജനല്ല. കണ്ണെറിയാന്ന് അത് പറയുന്നു അല്ലേ. ഈ ഒരു കാലം നമ്മളൊക്കെ കാലം അങ്ങനെ കാലമാണ്. ഭക്ഷണം അതേപോലെ തന്നെയാണ്. ഭക്ഷണം വേറെ വീട്ടിൽ നിന്നുള്ള ഫിത്തർ അരിനെ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ആയിട്ടും, പിന്നെ ഒരു പ്ലേറ്റിൽ ചിലപ്പോൾ ആ പ്ലേറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല, കുത്തി വെക്കണം. അപ്പോൾ അതിനെ കൊണ്ട് നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ കണ്ണ് വെള്ളം നിറഞ്ഞ്, കാരണം അത് ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ നമ്മളന്ന് വിശപ്പ് കുടലടങ്ങിയിട്ടുണ്ടാവില്ല, മനസ്സുകൊണ്ട് അതിനെ കൊണ്ട് പൊരുത്തപ്പെടും. അതാണ് ഇന്ന് ഓരോന്ന് കാണുമ്പോൾ എൻ്റെ മക്കൾക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഡ്രസ്സ് ഇല്ലാതെയല്ല. പക്ഷെ നമ്മളെല്ലാത്തിനും ലിമിറ്റായിട്ട് കൊടുക്കും, ആക്കുകയും ചെയ്യണം. പിന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമ്മൾ ചുരുക്കുക. ഇപ്പം തന്നെ എല്ലാ ലോകങ്ങൾ ഇപ്പം നോക്കിയാൽ നമ്മളെ പലസ്തീൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഇറാൻ ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്കിങ്ങനെ നശിക്കാൻ കാരണം? നമ്മളെ ഇവിടെയൊക്കെയുള്ള ദൂർത്തും കാര്യങ്ങളാണ് മെയിനായിട്ട്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ വന്ന വഴികൾ ഓർമ്മിച്ച് ജീവിക്കാൻ നോക്കുക. ആരായാലും വലിയ വലിയ ആൾക്കാരുണ്ടാവും, അവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ ഒരു കഷ്ടപ്പാടുണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ ഇന്നത്തെ തലമുറക്ക് കഷ്ടപ്പാട് എന്തെന്നാണെന്നറിയില്ല. അവർക്ക് ബാക്ക്ഗ്രൗണ്ട് എടുക്കാനില്ല, മുമ്പ് എടുക്കാനില്ല, എല്ലാം ഒരേ ലെവലിൽ പോകുന്ന ആൾക്കാർ ഈക്വലായിട്ട് പോകും. നമ്മളൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ വെച്ചാൽ കഷ്ടപ്പാടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, അന്നും അൽഹംദുലില്ലാ തന്നെയാണ്. അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ഇന്ന് അൽഹംദുലില്ലാ 3 നേരം പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ മര്യാദയ്ക്കുള്ള ഡ്രസ്സുകൾ നമ്മൾ ഇടുന്നുണ്ട്, മക്കൾക്കും വായിച്ചു കൊടുക്കുന്നുണ്ട്. മോശമില്ലാത്ത രീതിയിൽ അധ്വാനിച്ചിട്ട് ജീവിച്ചു പോകുന്നുണ്ട്, വേറെ ഒന്നുമില്ല അല്ലേ. നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഓർമ്മിച്ച് നോക്കി നമ്മൾ ജീവിച്ച കാര്യങ്ങൾ, ഭക്ഷണം എങ്ങനെയാ നമ്മൾ കഴിക്കല്, പട്ടിണി കിടന്ന് ഓർമ്മയില്ലേ? മദ്രസ പോകുമ്പോൾ അന്ന് നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ മദ്രസ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചട്ടിയിൽ പെരക്കിയിട്ട് ഓരോ ഉരുളയായിട്ട് കഴിച്ച ചരിത്രമൊക്കെ ഉണ്ട്. ഒരു ഉരുള ചോറ്, അത് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്നവരെ അതേ ഉണ്ടാവും. അങ്ങനെയൊക്കെ കഴിച്ചിട്ട് സ്കൂൾ ഉറങ്ങിപ്പോക്കുണ്ട്, മദ്രസയിൽ പോയി പട്ടിണി കിടന്നിട്ട് ഉറങ്ങിപ്പോകും സ്കൂൾ ബസ്സിന്നിട്ട്. അന്ന് ഷഡ്ഡിയാണ്, ഇങ്ങനെ ഉള്ളൊരു കവറുള്ള ഷഡ്ഡി ഇട്ടിട്ടാണ് പോക്ക്. അപ്പോൾ അത് ഒരു കൈയാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിയിട്ടും ഒരു കയ്യിൽ സ്ലേറ്റിൻ്റെ പകുതി അതിൻ്റെ കഷ്ണം മുറിച്ചിട്ട് അതിനെ കൊണ്ട് എഴുതിയിട്ടാണ് നമ്മളൊക്കെ പഠിച്ചത്. അൽഹംദുലില്ലാ ഇന്ന് കുറച്ച് അറിവുണ്ട്. എന്താ വെച്ചാൽ ഖുർആനായിക്കോട്ടെ എന്തായിക്കോട്ടെ അന്ന് പഠിച്ചത് ഇന്നും മനസ്സിലുണ്ട്. ആ ലെവലിൽ പോകുന്നുണ്ട്, മക്കളെ അതേപോലെ കൊണ്ടുപോകുന്നുണ്ട്. മക്കൾക്കും പറഞ്ഞു നിങ്ങൾക്കൊക്കെ ദീന നിലയും തന്നെ നമ്മളാ പഠിപ്പിൻ്റെ ഗുണമാണ്, നമ്മളെ രീതിയിൽ പഠിച്ചുകൊണ്ട്. നമ്മൾ വന്ന വഴികൾ എപ്പോൾ വലിയ ആളായാലും ചെറിയ ആളായാലും ഒരു മിഡിലായാലും നമ്മൾ ഓർമ്മിച്ച് ജീവിക്കണം. എനിക്ക് പറയാൻ ഇപ്പം എൻ്റെ മക്കളായാലും നിങ്ങളായാലും ഇപ്പം പുറത്തുള്ള ആര് കേട്ടാലും അവരോട് പറയേണ്ട കാര്യമാണ്. നാളെ ഇപ്പം നമുക്ക് പൈസ വന്ന് അപ്പോൾ പൈസ ഉണ്ട്, നമ്മളെടുത്ത് ഇഷ്ടാനുസരണം പൈസ ഉണ്ടല്ലോ, പണക്കാരനാണ്, എനിക്ക് എല്ലാ സൗകര്യവും അല്ല തന്നിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ ദൂർത്തടിച്ചിട്ട് നമ്മളെ വഴികളിലൂടെ പല വഴികളിലൂടെ പോകുക. നമ്മളെപ്പോൾ പോകുന്ന ആ ലെവലിൽ പോകുന്ന നേരെ വഴികളിലോട്ട് പോവുക. നമ്മളെ പഴയ കാലം ഓർമ്മിക്കുക. നമ്മളെ ഉമ്മ, നമ്മളെ ഉപ്പ, നമ്മളെ മുതിർന്ന ആൾക്കാർ നമ്മൾ ഏത് രീതിയിലാണോ ഇത്ര വരെ നമ്മൾ എത്തിച്ചത്, അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പോയിട്ട് വെള്ളം പൊട്ടിച്ചത്. ഇന്നത്തെ കഷ്ടപ്പാടല്ല, അന്നത്തെ കഷ്ടപ്പാട് തന്നെയാണ്. കഷ്ടപ്പെട്ടാൽ അന്നൊന്ന് തുച്ഛമായ പൈസയെ കിട്ടുകയും ചെയ്യും.
അന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരു കുറവില്ല പറയുന്നത്, ജീവിതം അനുഭവിച്ച കാര്യം പറയുന്നത്. നിന്റെ കാര്യം കൂടി അല്ലേ? നമുക്ക് ഒരു ഏട്ടനും കൂടി ഉണ്ടായിരുന്നു, പിന്നെ പെങ്ങള് അവരെല്ലാം മരണപ്പെട്ട്, ഉമ്മ ഉപ്പ എല്ലാവരും മരണപ്പെട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത്. നമ്മളെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ 3 ജ്യേഷ്ഠനും ഒരു പെങ്ങളുമാണ്, മൂത്ത പെങ്ങളാണ്. അപ്പോൾ പെങ്ങള് ഉമ്മ ആങ്ങളാറ് എന്നുള്ള ബന്ധത്തിനപ്പുറം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ജീവിച്ചത്. ഇന്നും ആ ഒരു ബന്ധമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അസൂയാണ് നമ്മളെ ജ്യേഷ്ഠാനിയന്മാരെ പെരുമാറ്റവും നമ്മളെ നടപടിയും നമ്മളെ പോക്ക് വരവ് നമ്മളെല്ലാ കാര്യങ്ങളും അവർക്ക് ഭയങ്കര അസൂയോടുകൂടി നോക്കിയ ആൾക്കാരുണ്ട്. അന്ന് നിങ്ങൾ ഇത്ര ഫ്രണ്ട്ലി ആയിരുന്നു എങ്ങനെയാണ് നമുക്കാവുന്നില്ലല്ലോ അങ്ങനെ ജീവിക്കാൻ. നമ്മളും ജ്യേഷ്ഠാനുജനാണ്, നമ്മളെ ഉപ്പയും ഉമ്മയും ആൾക്കാരാണ്. നിങ്ങളെ വീട്ടിൽ വന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നിങ്ങളെ ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഇരുന്നുള്ള തമാശ പറയും, ചിരിക്കലും കളിക്കലും ഒക്കെ. നമ്മളെ വീട്ടിൽ എന്തുണ്ടായിട്ട് അത് കിട്ടുന്നില്ലല്ലോ എന്ന് അന്നത്തെ കാലത്തുള്ള ആൾക്കാർ എന്നോട് അല്ലേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് അങ്ങനെയാണ് നമ്മൾ ജീവിച്ച് വന്ന ഈ ചുറ്റുവട്ടം. ആ ചുറ്റുപാട്ടം എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടിലൂടെ വന്നതുകൊണ്ടാണ് നമുക്ക് ആ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നത്. ഇന്ന് കഷ്ടപ്പാടില്ലാത്തത് കൊണ്ട് ബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. ജ്യേഷ്ഠനക്ക് അനുജനെ കണ്ടുകൂടാ, അനുജനക്ക് ജ്യേഷ്ഠനെ കണ്ടുകൂടാ, സ്വന്തം മക്കളെ കണ്ടുകൂടാ, രക്ഷിതാക്കളെ കണ്ടുകൂടാ, മക്കൾക്ക് വൃദ്ധസദനങ്ങൾ കൂടി വരുന്നു. എന്തുകൊണ്ട്? ഈ ഒരൊറ്റ കാരണം, സ്നേഹബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. അന്ന് ഞാനും എൻ്റെ അനുജനും നമ്മൾ ഇന്നും അന്നും ഒന്നാണ്. എന്തുകൊണ്ടാണ്? നമ്മളാ വളർന്ന ചുറ്റുപാട്, നമ്മളെ ഉപ്പയുമ്മ നമ്മളെ കാണിച്ചെന്ന വഴികളിലൂടെ നമ്മളന്ന് യാത്ര ചെയ്ത് ആ ഒരു ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഇന്നും പോകുന്നത്, സഞ്ചരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അനുജനെ കാണാൻ വരുന്നു, അനുജനെ എന്നെ കാണാൻ വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ ബന്ധം എൻ്റെ അനുജനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ് എന്നുള്ളതിലുപരി നമ്മൾ കൂട്ടുകാർ കൂടിയാണ്. നമ്മൾ ഇരുന്ന് തമാശ പറയും, കളിച്ചിരിക്കും. ആൾക്കാർക്ക് ചില ജ്യേഷ്ഠന്മാർ കാണുമ്പോൾ ജ്യേഷ്ഠനെ കാണുമ്പോൾ അനുജൻ പൂച്ചയെ പോലെ ഉണ്ടാവും, അനുജനെ കാണുമ്പോൾ ജ്യേഷ്ഠൻ നെരിയെ പോലെ ഉണ്ടാവും. എന്തിനാ അതിൻ്റെ ആവശ്യം എന്നാ? എന്തിനാ അത്? അങ്ങനെ എത്ര ആൾക്കാരില്ലേ? ഇല്ല പൈസ ഇഷ്ടംമാതിരി ഉണ്ട്. എന്തിനാ അതിൻ്റെ കാര്യം? നമ്മൾ ജ്യേഷ്ഠൻ അത് ഫ്രണ്ട്ലി ആയിട്ട് പോവുക. നമ്മൾ ജ്യേഷ്ഠനെന്ന് വെച്ചിട്ട് നമ്മൾ മസിൽ കാണിക്കേണ്ട, അനുജനെ വെച്ച് മസിൽ താത്യം ചെയ്യണം. നമ്മളിപ്പോൾ യോജിപ്പോടുകൂടി സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാം പറഞ്ഞിരുന്ന കാരണം എന്തുകൊണ്ട് വെച്ചാൽ അതേപോലെ നിങ്ങളും ആവണം, ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കണം. അതാ വേണ്ടത്. ജീവിതത്തിലെ ഐശ്വര്യം ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് അപ്പാട് ചാക്കാണെങ്കിൽ പണമോ അല്ല സ്വത്തോ അല്ല വേറൊന്നും വരുത്തല്ല. ഐശ്വര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഇത് റബ്ബ് നോക്കും, അവരുടെ ജീവിത രീതി എങ്ങനെയാണോ. അല്ലാതെ കുറേ സമ്പത്തുണ്ടാകാനല്ല ഐശ്വര്യം. ജീവിതത്തിൽ ഐശ്വര്യം നമുക്ക് അങ്ങേക്കുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെയാണ്, ഇതല്ലേ? എന്നാക്കാട്ടും അറിവ് നിനക്ക് ഉണ്ടാവും, നീ ഒരു ഉസ്താദാണ്. അപ്പോൾ നമുക്ക് അങ്ങേക്കാന്ന് ഗുണം വേണ്ടത്. ദുനിയാവിലേക്ക് നമുക്ക് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതും കാട്ടിക്കൂട്ടി പലതും ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് നാളെ മരിച്ചു കിടക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്കൊക്കെ തരുന്ന സന്ദേശങ്ങളും എല്ലാ മക്കൾക്കായിക്കോട്ടെ ആർക്കായിക്കോട്ടെ എല്ലാവർക്കും കൊടുക്കുന്ന സന്ദേശം ഇത് തന്നെയാണ്. നമ്മളെപ്പോഴും സന്തോഷത്തിനും സമാധാനത്തിനും ഉള്ളതിനെ കൊണ്ട് തൃപ്തിപ്പെട്ട് ഐക്യത്തിൽ ജീവിക്കുക. ഒരാളോട് പരിഭവം പറയാതിരിക്കുക, അള്ളാഹിനോട് പറയുക. അള്ളാഹു എന്നുള്ള മാർഗങ്ങൾ കാണിച്ചു തരും. എല്ലാ വിഷമങ്ങളും തീർക്കുന്നതിന് അള്ളാഹു വന്ന്. അപ്പം വിഷമങ്ങളില്ലാത്ത ആരുമില്ല, രോഗങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷെ ഇതിനെല്ലാം അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്നാ എനിക്ക് പറയാനുള്ളത്. ഇനി എൻ്റെ അനുജനക്ക് പറയാനുള്ള കൂടി നോക്കി, നമ്മൾ അന്നും ഇന്നും ഒരേപോലെയാണ്. എൻ്റെ അനുജനാണ്, ഞാൻ എൻ്റെ ജ്യേഷ്ഠനാണ്. പക്ഷെ നമ്മൾ അന്നും ഇന്നും ജ്യേഷ്ഠാനുജൻ്റെ സ്ഥാനത്ത് അതുണ്ട്. നമ്മൾ ഫ്രണ്ട്ലിയാണ്, നമ്മളെപ്പോൾ ഒന്നിച്ചിട്ടാണ്. ഇനി നമ്മൾ ആഗ്രഹം മരിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം. മരിച്ചാൽ ഈ മക്കളെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകും. എനിക്കതാ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സന്ദേശമാണ് ഇത് കാണുന്ന എല്ലാവരും. ഇന്നത്തെ കാലം ഞാനീ പറയുന്ന മാതിരി ആയിരിക്കില്ല ചില ആൾക്കാർ. ജ്യേഷ്ഠൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, അനുജൻ്റെ അടുത്ത് കുറച്ച് പൈസ പറയുമ്പോൾ അനുജനെ തള്ളി കാണിക്കരുത്. അനുജനെ എൻ്റെ ഒന്നിച്ചിട്ട് എൻ്റെ അനുജനാന്നുള്ളതിൽ അവൻ്റെ പോരായ്മയും എല്ലായ്മയും നേരത്തിക്കൊണ്ട് വേണം ആ ജ്യേഷ്ഠനായി അനുജന കൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ. അവൻ അനുജൻ്റെ അടുത്തുണ്ടെങ്കിൽ ജ്യേഷ്ഠനെ വേർതിരിക്കരുത്, ആ ജ്യേഷ്ഠനെയും കൂടി കൂട്ടിക്കൊണ്ടോ. ആ കുടുംബത്തിലായിക്കോട്ടെ എവിടെയായിക്കോട്ടെ നമ്മൾ ആരെയും തരംതാത്തരുത്. നമ്മളെ ചോരയാണ്, നമ്മളെ കൂടപ്പറപ്പാണ്. നമ്മൾ അതേ ലെവലിൽ തന്നെ അവരെ നമ്മൾ ആരത് പോലും കാണിക്കുക, ആരുടെ മുമ്പിൽ നമ്മൾ ഒരാളെ തരംതാത്താതിരിക്കുക. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. നമുക്ക് കുറേ സമ്പത്തൊന്നും കൂന് കൂട്ടിയിട്ട് കിട്ടുന്ന ദുനിയാവ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇത് അള്ളാഹിൻ്റെ കിതാബിൽ നമുക്ക് എന്താവും പൈസ മുൻതൂക്കം കിട്ടും എല്ലാ കാര്യത്തിനും അല്ലേ. നമുക്കങ്ങ് മായസറയുണ്ട് അല്ലേ, ഹിസാബുണ്ട്, പല വഴികളുണ്ടല്ലോ, സിറാത്തുണ്ട്. എല്ലാത്തിനും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് റബ്ബ് ചെയ്തു തരാം. നമ്മൾ കുറേ നിസ്കരിച്ചിട്ടോ വല്ല ഇബാദത്ത് എടുത്തിട്ടോ അതിലും വലിയ ഉപരി നമ്മളെ കുടുംബം അല്ലേ, കുടുംബ ബന്ധങ്ങൾക്ക് അല്ലേ അള്ളാഹു വില കൊടുക്കുന്നത്.
കുടുംബ ബന്ധങ്ങൾ പുലർത്തുക, നേരെ വണ്ണം കൊണ്ടുപോവുക. നമ്മൾ ഇന്ന് വരെ പുലർത്തിന് പിന്നെ അള്ളാനെ മറന്നിട്ട് ഇന്ന് വരെ നമ്മൾ ജീവിച്ചിട്ടില്ല. നമ്മൾ വന്ന വഴികളാണ്, എത്രയോ പട്ടിണി കിടന്നതാണ്. പട്ടിണി കിടന്നിട്ട് സ്കൂളിൽ പോയിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് തിന്നാനില്ലാന്ന്. കാരണം രാവിലെ പോകുമ്പോൾ ഒരു തേങ്ങാപ്പുളും മധുരമില്ലാത്ത അര ഗ്ലാസ് കട്ടൻ ചായം കുടിച്ചിട്ട് പോയിട്ട് വൈകുന്നേരം 4 മണി വരെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരക്ക് വന്നാലും വരക്കുണ്ടാവില്ല. അന്നത്തെ കാലം അങ്ങനെയാണ്. ഇന്നത്തെ കാലം അതല്ല. അപ്പോൾ ആ ഈ ഒരു കാലത്തിലൂടെയാണ് നമ്മളെല്ലാം ജീവിച്ചിട്ട് ഈ ഇവിടം വരെ എത്തിയത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാലം വേറെ, ഈ ഒരു കാലം വേറെ. അപ്പോൾ അക്കാലത്തിനെ നമ്മൾ എപ്പോൾ ഓർമ്മിക്കണം. ഇന്ന് റബ്ബിൻ്റെ കഥാക്കൊണ്ട് നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഉണ്ട്, ഭക്ഷണം കഴിക്കാനുണ്ട്, എല്ലാ സൗകര്യം അല്ലാതെ അതിന് കുറച്ചുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല, അന്നൊന്നും ഇല്ലാത്തൊരു കാലമാണ് നമ്മൾ ജീവിച്ചു വന്നത്. പക്ഷെ നമ്മൾ ഇന്നത് ഓർമ്മിക്കണം. അപ്പോൾ അനുജൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് തീർച്ചയായിട്ടും. എനിക്ക് പറയാനുള്ളത് ഞാൻ അനുജനും പറയാനുള്ളത്, എന്നാലും ഇനി പറയാം. നമുക്കന്ന് അല്ലേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ വിഷമമായിരുന്നു. നല്ല വിഷമമായിരുന്നു. ഇനി എൻ്റെ അനുജൻ്റെ ഒരു പാട്ട് ഇൻഷാ അല്ലാഹ് ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഇനി ഒരു നല്ലൊരു പാട്ട് ഒന്ന് ഒരു മനസ്സിലെ 4 പാട്ട് ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണ്. അതന്നെ നീ തന്നെ എഴുതിയതല്ലേ? അതെ, അതന്നെ എഴുതിയാണ്, ഞാൻ തന്നെ എഴുതിയതാണ്. ആ വരികളൊന്ന് കേൾക്കാം. പിരിയുമ്പോൾ അറിഞ്ഞില്ല കബറിലേക്കാണെന്ന്, നീ എൻ്റെ പൊന്ന് കനിമോനല്ലേ. പിരിയുമ്പോൾ അറിഞ്ഞില്ല കബറിലേക്കാണെന്ന്, നീ എൻ്റെ പൊന്ന് കനിമോനല്ലേ. അമ്മിഞ്ഞപ്പാല് നീ നൊട്ടി നുണഞ്ഞതും, ഉമ്മതൻ കൽബ് നീ നോവാതെ കാത്തതും. അമ്മിഞ്ഞപ്പാല് നീ നൊട്ടി നുണഞ്ഞതും, ഉമ്മതൻ കൽബ് നീ നോവാതെ കാത്തതും. ഒന്നുമറിയാത്ത പിഞ്ചു പൈതങ്ങളും, ഒന്നുമറിയാത്ത പിഞ്ചു പൈതങ്ങളും വാവിട്ടു തേങ്ങി കരയുന്നു നാദ, വാവിട്ടു തേങ്ങി കരയുന്നു നാദ. പിരിയുമ്പോൾ അറിഞ്ഞില്ല കബറിലേക്കാണെന്ന്, നീ എൻ്റെ പൊന്ന് കനിമോനല്ലേ. മാഷാ അല്ലാഹ്. നമ്മളെ ജ്യേഷ്ഠൻ്റെ ഓർമ്മക്കാണ്. നമ്മൾ അത്രയ്ക്കും സ്നേഹത്തോടുകൂടി ജീവിച്ചതാണ് ഇങ്ങനെ ജ്യേഷ്ഠൻ അനുജന്മാരും ഒരു പങ്ങളും. അവർ രണ്ടാളും ഇന്ന് അള്ളാൻ്റെ ഖബറിൽ നല്ല സുഖനിദ്രയിലാണ്. ഇനി എപ്പോഴാണ് നമ്മൾ പോകാമെന്ന് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അള്ളാഹു അവരുടെ ഖബറുടെ സന്തോഷത്തിലായി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.